ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി ശിരൂരിലേക്കുള്ള ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലൂടെ തെരച്ചിൽ നടത്തേണ്ട സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിക്കുകയാണ്. പുഴയിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി തെരച്ചിൽ നാളെ പുനരാരംഭിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് ഈ ദൗത്യ സ്ഥലത്ത് നിന്ന്. അരുൺ, ഇപ്പോൾ ഈ ഡ്രഡ്ജർ എവിടെ എത്തിയിട്ടുണ്ട്? ഈ അപകടമുണ്ടായ തിരച്ചിൽ നടക്കേണ്ട ആ മേഖലയിലേക്ക് അടുത്തിട്ടുണ്ടോ ഡ്രഡ്ജർ? അരുൺ, ഉന്മേഷ രാത്രിയോടെ മാത്രം ഡ്രഡ്ജർ ഷിരൂരിൽ എത്തിച്ചേരുക, അതായത് മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ എത്തിച്ചേരുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ അഴിമുഖം കടന്ന് നേരത്തെ ഗംഗാവലി പുഴയിൽ രാവിലെ പ്രവേശിച്ചു. അതിനുശേഷം 2 പാലങ്ങളാണ് മറികടക്കേണ്ടത് ഉണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ ഗംഗാവലിയിലെ പുതിയ പാലം ഇപ്പോൾ മറികടന്നിട്ടുണ്ട്. അതിൽ വേലിയിറക്ക സമയം ക്രമീകരിച്ച് വേലിയിറക്ക സമയത്താണ് നിലവിൽ ഇപ്പോൾ ആ പാലം കടന്നത്. അതിനുശേഷം ഇപ്പോൾ ഡ്രഡ്ജർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു പാലം കൂടിയുണ്ട്, റെയിൽവേ ആ പാലമാണ്. ആ പാലം കൂടി കടന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ കൂടി ഡ്രഡ്ജർ ഹോൾഡ് ചെയ്യും. പിന്നീട് വേലിയേറ്റ സമയത്ത് അതിനുശേഷം ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ജലനിരപ്പ് തീരെ കുറഞ്ഞ മേഖലയിലെ കൂടി ഇടത്തോടു കൂടി ഇത് കൊണ്ടുപോകേണ്ടതുണ്ട്. അത്തരം സ്ഥലങ്ങളിലൂടെ കൂടി ഈ വേലിയേറ്റ സമയത്ത് മാത്രമേ ഈ ഡ്രഡ്ജർ കൊണ്ടുപോകൂ എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ രാത്രിയോടെ മാത്രമേ ഷിരൂരിൽ ഇത് എത്തിച്ചേരൂ എന്നതാണ് നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ ഇപ്പോൾ വളരെ പതിയാണ് ഈ ഡ്രഡ്ജർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും കാലാവസ്ഥ പ്രശ്നങ്ങൾ നിലവിലില്ല. അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് വീണ്ടും ഹോൾഡ് ചെയ്യും എന്നതാണ് ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മഴ മാറി നിൽക്കുന്നുണ്ട്. ഈ പുഴയിൽ മറ്റ് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒന്നുമില്ല. നേരത്തെ തന്നെ ഈ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തി ഇതിന്റെ സഞ്ചാര പാത ഉൾപ്പെടെ നിശ്ചയിച്ചിരുന്നു. ഈ പാതയിലൂടെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടായിരുന്ന തടസ്സം എന്നുള്ളത് ഈ 2 പാലങ്ങളാണ്. ആ 2 പാലങ്ങളും വേലിയിറക്ക സമയം, ഇപ്പോൾ നിലവിൽ വേലിയിറക്ക സമയമാണ്. രാവിലെ വേലിയേറ്റ സമയമായിരുന്നു. ഇപ്പോൾ വേലിയിറക്ക സമയത്ത് 2 പാലങ്ങളും ഡ്രഡ്ജർ മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പോൾ അതിനുശേഷം ഒരിക്കൽ കൂടി ഡ്രഡ്ജർ ഹോൾഡ് ചെയ്യും. ആ ജലനിരപ്പ് കുറഞ്ഞ ഇടത്തോടുകൂടി വേലിയേറ്റ സമയത്തായിരിക്കും കൊണ്ടുപോവുക. അങ്ങനെയാണെങ്കിൽ രാത്രിയോടെ ഡ്രഡ്ജർ ഷിരൂരിൽ എത്തി. നാളെയാണ് തെരച്ചിൽ പുനരാരംഭിക്കുന്നത്. നാളെ രാവിലെ തന്നെ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് നമുക്ക് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ നാവികസേന സംഘമടക്കം അവിടെ ഉണ്ടോ? നാളത്തെ ദൗത്യത്തിൽ അവരും പങ്കെടുക്കുന്നുണ്ടോ? നാളത്തെ ഒരു പ്ലാൻ എങ്ങനെയിരിക്കും? ഉന്മേഷ്, ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലായിരിക്കും രാവിലെ ഉണ്ടാവുക. നാവികസേന എന്തായാലും നിലവിൽ ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ നാവികസേന എന്തെങ്കിലും തെരച്ചിൽ ഇറങ്ങേണ്ട സാഹചര്യമില്ല. ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്ന നടപടിയായിരിക്കും ആദ്യത്തിൽ ഉണ്ടാവുക. അതിനായി ഈ ഡ്രഡ്ജർ നേരത്തെ തന്നെ നാവികസേന മാർക്ക് ചെയ്ത ഇടങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡ്രോൺ റഡാർ പരിശോധനകൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, ചില സ്പോട്ടുകളുണ്ട്. ആ സ്പോട്ടുകൾ കൃത്യമായി ആ സ്പോട്ടുകളിലുള്ള മണ്ണുകളായിരിക്കും ആദ്യം നീക്കം ചെയ്യുക. അതിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നാവികസേന ഒടുവിലായി മാർക്ക് ചെയ്ത നേരത്തെ തന്നെ ഈ ലോറി ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്ത് നിന്ന് ഈ ലോറിയുടെ തടി കെട്ടിയിട്ടുള്ള കയറും അതോടൊപ്പം തന്നെ ലോറിയുടെ ചില പാർട്സുകളും കണ്ടെത്തിയിട്ടുള്ള ഭാഗമുണ്ട്. 30 മീറ്റർ ചുറ്റളവാണ്. അവിടെ വലിയ രീതിയിൽ ഇതിന്റെ അടിത്തട്ടിൽ മണ്ണും കല്ലുകളും പതിച്ചിട്ടുണ്ട്. അവ നീക്കം ചെയ്യുകയായിരിക്കും ആദ്യം ഉണ്ടാവുക. അത് ഡ്രഡ്ജർ എത്തിച്ചതിന് ശേഷം ആദ്യം നീക്കം ചെയ്യുക ആ ഭാഗത്തെ മണ്ണും കല്ലുകളും ആയിരിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് സ്പോട്ടുകളിലെ ഈ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം മാത്രമേ, അതായത് ഇത് പുഴയുടെ അടിത്തട്ട് പൂർണ്ണമായും ക്ലിയർ ആയതിനു ശേഷം മാത്രമേ ഈ ദൗത്യ സംഘം, അതായത് നാവികസേനയും അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയുടെ സംഘവും പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയിലേക്ക് കടക്കൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജില്ലാ ഭരണകൂടവും അത്തരത്തിലുള്ള വിവരങ്ങളാണ് എന്തായാലും നൽകുന്നത്. ശരി അരുൺ, ഏതായാലും അവിടേക്ക് ഡ്രഡ്ജർ എത്തിക്കൊണ്ടിരിക്കുന്നു. നാളെ ഈ തിരച്ചിൽ ദൗത്യം പുനരാരംഭിക്കും. അരുൺ പൂപ്പറമ്പയാണ് ശിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തൊഴിൽ സമ്മർദ്ദം മൂലം കുഴഞ്ഞു വീണ് മരിച്ച അന്ന സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ട് ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനി അധികൃതർ. പരാതി പരിശോധിക്കാമെന്ന് കുടുംബത്തിന് കമ്പനി അധികൃതർ ഉറപ്പു നൽകി. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. നിതിൻ, വലിയ പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ടല്ലോ. ഈ കമ്പനി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്താണ് നിതിൻ?
ഉന്മേഷ്, വലിയ പ്രതിഷേധമാണ് രാജ്യത്തുടനീളം ഉയരുന്നത്. കമ്പനിയുടെ ചെയർമാന് അന്നയുടെ അമ്മ അയച്ച കത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു, രാജ്യശ്രദ്ധ നേടിയിരുന്നു. അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർ അത് പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കമ്പനിയുടെ ഇന്ത്യയിലെ പാർട്ണറും സീനിയർ മാനേജറും കങ്ങരപ്പടിയിലെ അന്നയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടു. പരാതിയിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയാണ് ഈ കമ്പനി അധികൃതർ മടങ്ങിയത്. രാവിലെ തന്നെ ഈ സംഘം കൊച്ചിയിലെത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് മാതാപിതാക്കളെ കണ്ടുകൊണ്ട് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പരാതിയിൽ അന്വേഷണം ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകിയിരിക്കുന്നത്. രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പരാതിയിൽ നീതി ലഭിക്കുന്ന ഒരു പ്രതീക്ഷയാണ് കുടുംബം പങ്കുവയ്ക്കുന്നത്. നിയമപരമായ നടപടികൾ കടക്കുന്നില്ല, പക്ഷേ തൊഴിൽ സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ് തങ്ങൾ കത്തയച്ചതെന്നാണ് ഇന്നിപ്പോൾ എന്തായാലും 24 വ്യക്തമാക്കിയിരിക്കുന്നത്. ജൂലൈ 20-നാണ് താമസ സ്ഥലത്ത് അന്ന കുഴഞ്ഞു വീണ് മരിച്ചത്. ജോലി സമ്മർദ്ദം മൂലമാണ് കുഴഞ്ഞു വീണ് മരിച്ചതെന്നാണ് പിന്നീട് അന്ന കമ്പനി ചെയർമാൻ വ്യക്തമാക്കിയത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. മലപ്പുറത്തെ എംബോക്സ് നിപ്പ സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ആരംഭിച്ചു. യോഗത്തിൽ MLA-മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. വിപിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, 15 മിനിറ്റായി മലപ്പുറം കലക്ടറേറ്റിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചിട്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെ MLA-മാർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനി വേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ചയുള്ളത്. കാരണം ഈ നിപ്പയും സ്ഥിരീകരിച്ച് അടുത്തടുത്ത പഞ്ചായത്തുകളിൽ തന്നെയാണ്. അപ്പോൾ ആ പ്രദേശത്ത് ഇനി കൂടുതലായി നടപ്പാക്കേണ്ട നിയന്ത്രണങ്ങൾ ഏതൊക്കെയാണ്, ഇനി നിരീക്ഷണങ്ങൾ വേണം എന്നുള്ളതിന് ഒരു ഒപ്പീനിയൻ അത് ജനപ്രതിനിധികളുടേത് കൂടി എടുത്തതിന് ശേഷമായിരിക്കും ഒരു അന്തിമമായിട്ടുള്ള ഒരു ലിസ്റ്റ് ആരോഗ്യ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കുക. ഇതിനാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രിയുടെ തന്നെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ എംപോക്സിന്റെ ഒരു വ്യാപനം കൂടുതലായി നടന്നിട്ടില്ല എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് ആരോഗ്യ വകുപ്പ് ഉള്ളത്. കാരണം അദ്ദേഹം UAE-യിൽ നിന്ന് എത്തിയതിന് ശേഷം 2 ദിവസം വീട്ടിൽ തന്നെ ആയിരുന്നു. അതിന് അപ്പോഴൊക്കെ പനിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി അധികം നടന്നിട്ടില്ല എന്നുള്ളതാണ് കണക്കാക്കുന്നത്. 29 പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിൽ ആരോഗ്യവകുപ്പ് തിരിച്ചറിഞ്ഞ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 23 പേർ നാട്ടിലുണ്ട്, 6 പേർ വിദേശത്താണ്. ഈ 23 പേരും ഒക്കെ ക്വാറന്റൈനിലാണ് നിലവിൽ കഴിയുന്നത്. അത് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒപ്പം തന്നെ ഈ പനി ബാധിച്ചതിന് ശേഷം ആദ്യം പോയിട്ടുള്ള ഒതായിലെ ക്ലിനിക്കിലെ സ്റ്റാഫുകളുമാണ് ഈ സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. ഇനി വിമാനത്താവളത്തിൽ ഇറങ്ങിയതിനു ശേഷം ടാക്സിയിലാണ് അരീക്കോട് വരെ എത്തിയിരിക്കുന്നത്. അരീക്കോട്ടിൽ നിന്ന് ഓട്ടോറിക്ഷയിലാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇവരെ കൂടി കണ്ടെത്തി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് ഇതിനോടകം തന്നെ കടന്നു കഴിഞ്ഞു. ഇപ്പോൾ ചികിത്സയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിലാണ് ഇപ്പോൾ എംപോക്സ് ബാധിച്ചിട്ടുള്ള രോഗി ചികിത്സയിൽ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ നില തൃപ്തികരമാണ് എന്നുള്ളതും അറിയിച്ചു കഴിഞ്ഞു. നിപ്പയിൽ ആശ്വാസം തന്നെയാണ് നിലവിലുള്ളത്. 26 പേരുടെ സാമ്പിളുകൾ ഇതുവരെ നെഗറ്റീവ് ആയിട്ടുണ്ട്. ഉന്മേഷ്. വിപിൻ സി വിജയൻ മലപ്പുറത്ത്. വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാൻ നിർണായക നീക്കവുമായി കാനഡ ഗവൺമെന്റ്. രാജ്യാന്തര വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്കുള്ള വിസയിലും നിയന്ത്രണം ഏർപ്പെടുത്തും. ഇന്ത്യൻ വിദ്യാർത്ഥികളെയാകും ഈ തീരുമാനം കൂടുതൽ ബാധിക്കുക. വിവരങ്ങളുമായി ഇപ്പോൾ മധു കൊട്ടാരക്കര ചേരുന്നുണ്ട്. മധു, ഇത് വലിയ തിരിച്ചടിയാകുമല്ലോ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക്. മധു. ഉന്മേഷ്, തീർച്ചയായിട്ടും 2025 പുതിയ രാജ്യാന്തര വിദ്യാർത്ഥികളുടെ എണ്ണം വലിയ തോതിൽ കുറയ്ക്കുവാനാണ് കനേഡിയൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. 2024-ലെ 4,85,000 പെർമിറ്റുകൾ ഉള്ളതിൽ നിന്ന് 10% കുറച്ച് 4,37,000 പെർമിറ്റുകളായിരിക്കും നൽകുക. ഇതേ രീതിയിൽ ഇവർ 2026 വരെ തുടരുമെന്നും ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലറാണ് അറിയിച്ചത്. വരും വർഷങ്ങളിൽ സ്റ്റുഡന്റ് പെർമിറ്റിന്റെ എണ്ണം കുറച്ച് 3 ലക്ഷത്തിൽ താഴെ കൊണ്ടുവരാനാണ് ഗവൺമെന്റിന്റെ ശ്രമം. ഇന്റർനാഷണൽ സ്റ്റുഡന്റ് പെർമിറ്റുമായിട്ട് നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയതിൽ ഒരെണ്ണം മാത്രമാണ് ഇത്. കാനഡയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ അവിടെ സ്ഥിരമായി തുടരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ വരും കാലങ്ങളിൽ അത് അത്ര എളുപ്പമല്ലെന്നാണ് മില്ലർ പറയുന്നത്. അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് യോഗ്യത നേടുന്നതിനും പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അടുത്ത 3 വർഷങ്ങൾ ഈ വർക്ക് പെർമിറ്റിന്റെ എണ്ണം 1,70,75,000 താഴെ എത്തിക്കാനാണ് ശ്രമം. രാജ്യാന്തര വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്കുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണെന്ന് മില്ലർ പറഞ്ഞു. അതായത് പുതിയ നടപടി പ്രകാരം കുറഞ്ഞത് 16 മാസമെങ്കിലും കാലാവധിയുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി വിദ്യാർത്ഥികളുടെ ജീവിത പങ്കാളികൾക്ക് മാത്രമായിരിക്കും വർക്ക് പെർമിറ്റ് യോഗ്യത പരിമിതപ്പെടുത്തുക. ഉന്മേഷ്. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഓണത്തോട് അനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയ 108 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. 476 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും 385 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴയും. മുഹമ്മദ് ഉണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി? അലക്സ്.
ഉന്മേഷ, ഓണക്കാലത്തോടനുബന്ധിച്ചാണ് ഓണവിപണിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വ്യാപക പരിശോധന നടത്തിയത്. സംസ്ഥാന വ്യാപകമായി 3881 പരിശോധനകൾ നടത്തിയതായി വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. 231 സ്ക്വാഡുകൾ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. 476 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും 385 സ്ഥാപനങ്ങൾക്ക് കോമ്പൗണ്ടിംഗ് നോട്ടീസും നൽകി. തുടർ പരിശോധനകൾക്കായി 752 സർവൈലൻസ് സാമ്പിളുകളും 135 സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും ശേഖരിച്ചു എന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിക്കുന്നു. പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനം. ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയ 108 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചതായും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുന്നുണ്ട്. ഓണക്കാലത്ത് വിപണിയിൽ അധികമായി എത്തുന്ന പാല്, ഭക്ഷ്യ എണ്ണകൾ, പപ്പടം, പായസം, മിശ്രിതം തുടങ്ങി മാംസം വരെയുള്ള ഉൽപാദന, വിതരണ, വിൽപ്പന കേന്ദ്രങ്ങളിലും ഹോട്ടൽ, ബേക്കറി, തട്ടുകടകൾ, കാറ്ററിംഗ് യൂണിറ്റുകൾ എന്നിവിടങ്ങളിലും ചെക്ക് പോസ്റ്റുകളിലുമൊക്കെയാണ് വ്യാപകമായ പരിശോധനകൾ നടത്തിയത്. പാക്കറ്റുകളിൽ നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ ലേബൽ വിവരങ്ങളും പരിശോധനയിൽ ഉൾപ്പെട്ടിരുന്നു. എന്താണെങ്കിലും 108 സ്ഥാപനങ്ങൾ ഗുരുതര വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചതായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിക്കുന്നു. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കായിക മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റിൽ ടീം ഇന്ത്യ മികച്ച നിലയിൽ. ഒന്നാം ദിനത്തിൽ കളി അവസാനിക്കുമ്പോൾ 6-ന് 339 എന്ന നിലയിലാണ് ഇന്ത്യ. അശ്വിന്റെ സെഞ്ചുറിയും ജഡേജയുടെയും ജയ്സ്വാളിന്റെയും അർദ്ധ സെഞ്ചുറികളുമാണ് തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയെ കരകയറ്റിയത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ഇപ്പോൾ വിവരങ്ങളുമായി ചേർന്നു. അനിൽ, വിവരങ്ങൾ എന്തൊക്കെയാണ് അനിൽ? ഉന്മേഷ, ഒരു ഘട്ടത്തിൽ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 34 എന്ന തരത്തിലായിരുന്നു ആദ്യ ഓവറിൽ ഉണ്ടായിരുന്നത്. വലിയ തിരിച്ചടിയിലേക്ക് ഇന്ത്യ പോകുമെന്നൊക്കെ തന്നെ കരുതിയെടുത്തതെന്നാണ് യശസ്വി ജയ്സ്വാളും ഋഷഭ് പന്തും ചേർന്ന് ആദ്യം ഇന്ത്യയെ കരകയറ്റുന്നു. ഇരുവരുടെയും വിക്കറ്റ് നഷ്ടമായെങ്കിലും ഒരിക്കൽ കൂടി ഇന്ത്യയുടെ വാലറ്റം ഇന്ത്യയെ കാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നമ്പർ 1, നമ്പർ 2 ഓൾറൗണ്ടേഴ്സായ അശ്വിനും ജഡേജയും ചേർന്ന് ഇന്ത്യക്ക് ഒരു റെക്കോർഡ് പാർട്ട്ണർഷിപ്പിലൂടെ ഇന്ത്യയെ കരകയറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. അശ്വിൻ സെഞ്ചുറി നേടി. രവീന്ദ്ര ജഡേജ അർദ്ധ സെഞ്ചുറിയുമായി ക്രീസിലുണ്ട്. അശ്വിൻ്റെ 6ാം ടെസ്റ്റ് സെഞ്ചുറിയാണ്. 108 പന്തിലാണ് അശ്വിൻ സെഞ്ചുറി നേടിയത്. അശ്വിൻ ഇപ്പോൾ 112 പന്തിൽ 10 4ഉം 2 6ഉം ഉൾപ്പെടെ 102 റൺസുമായി ക്രീസിലുണ്ട്. രവീന്ദ്ര ജഡേജയാകട്ടെ 117 പന്തിൽ 4ഉം 2 6ഉം ഉൾപ്പെടെ 86 റൺസുമായി ക്രീസിലുണ്ട്. എന്തായാലും ഇന്ത്യ തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം മികച്ച സ്കോറിലേക്ക് നീളുകയാണ്. നാളെ ഉച്ച വരെയുള്ള സെഷനിലെ ഇന്ത്യ ഒരു പടുകൂറ്റൻ സ്കോർ പടുത്തുയർത്താൻ തന്നെയായിരിക്കും ഇന്ത്യ ലക്ഷ്യമിടുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. അരിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജന്റെയും ടി വി രാജേഷിന്റെയും വിടുതൽ ഹർജി തള്ളി. CPIM ഉന്നത നേതൃത്വത്തിന്റെ നീക്കം പൊളിച്ചത് ഷുക്കൂറിന്റെ അമ്മ അത്തീക്കയുടെ എതിർവാദങ്ങൾ. വൻകിട IT കമ്പനിയുടെ ജോലി സമ്മർദ്ദത്തെ തുടർന്ന് മകൾ കുഴഞ്ഞു വീണ് മരിച്ചെന്ന പരാതിയുമായി കുടുംബം. കൊച്ചി കങ്ങരപ്പടി സ്വദേശി അന്ന സെബാസ്റ്റ്യൻ ജോലി ചെയ്ത ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വ്യാപക പ്രതിഷേധം. ഷിരൂരിൽ ദൌത്യം നാളെ പുനരാരംഭിക്കും. ഷിരൂരിലേക്കുള്ള ഡ്രഡ്ജർ പാലങ്ങൾക്കിടയിലൂടെ സുരക്ഷിതമായി ദൌത്യമേഖലയിലേക്ക്. വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാൻ നിർണായക നീക്കവുമായി കാനഡ ഗവൺമെന്റ്. രാജ്യാന്തര വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്കുള്ള വിസയിലും നിയന്ത്രണം ഏർപ്പെടുത്തും. ഓണത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനയിൽ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയ 108 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. 476 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ്. ബംഗളൂരുവിലെ ആശുപത്രിയിലുണ്ടായ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് പുനലൂർ സ്വദേശി സുജയ് സുജാതൻ. 24 കണക്റ്റിന്റെയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഭവന പദ്ധതിയിലൂടെ കൂടുതൽ വീടുകൾ ഉയരുന്നു. ആദ്യ വീടിന്റെ തറയിൽ നടന്നു. ഇടുക്കി ഉപ്പുതറയിലെ ശ്യാമള രാധാകൃഷ്ണനും കുടുംബത്തിനും ആശ്വാസ തണലൊരുക്കുകയാണ് 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും. ആദ്യഘട്ടത്തിൽ 100 ഭവനങ്ങൾ ഒരുക്കുന്നതാണ് പദ്ധതി. ഫ്ലവേഴ്സ് ഭവന പദ്ധതിയിലൂടെ ഇടുക്കിയിൽ നിർമ്മിക്കുന്ന ആദ്യ ഭവനമാണിത്. കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ പുതിയ വീടിന് തറക്കല്ലിട്ടു. എനിക്ക് ഈ ഘട്ടത്തിൽ 24നോടും പിന്നെ ചിത്ര ഫൗണ്ടേഷൻ സാറിനോടും നന്ദി പറയുന്നു. 2017 മുതൽ വാടകയ്ക്കും ഇങ്ങനെ ഈ ഷെഡിലുമായിട്ട് കഴിഞ്ഞുകൂടി. ചാനലിൽ കൂടി ഒരു നമ്പർ കണ്ടുപിടിച്ച് അങ്ങനെ ഞങ്ങളുടെ ആവശ്യം 24ൽ പറഞ്ഞു. അതങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെ തിരിച്ചു വിളിച്ചു. നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നും പറഞ്ഞു. സന്തോഷമായി. വർഷങ്ങളായി വാടക വീടുകളിലും ടാർപോളിൻ വലിച്ചുകെട്ടിയ വീട്ടിലുമായിരുന്നു ഈ കുടുംബത്തിന്റെ താമസം. വേഗത്തിൽ പണി പൂർത്തിയാക്കി പുതിയ വീട്ടിൽ താമസം തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. 24 ഇടുക്കി. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.
കണ്ട ന്യൂസ് കാണാം. പ്രതിനിധി കണ്ണനെത്തും. നമസ്കാരം.